ഭാരതാംബ വിവാദം തെരുവിലേക്ക് കൂടി വ്യാപിക്കുന്നതോടെ സർക്കാർ രാജ്ഭവൻ ബന്ധവും കൂടുതൽ വഷളാകും. നിലപാടിൽ നിന്ന് ഒരൽപ്പം പോലും പുറകോട്ടില്ല എന്ന സൂചനയാണ് ഗവർണർ ഇന്നലെ നൽകിയത്. അതിനിടെ ഔദ്യോഗിക പരിപാടികളിൽ അനൌദ്യോഗിക ചിഹ്നങ്ങൾ ഒഴിവാക്കണമെന്ന് സർക്കാർ രാജ്ഭവനെ അറിയിക്കും. കാവിക്കൊടിയേന്തിയ ഭാരതാംബയും അതിനെ ചൊല്ലിയുള്ള വിവാദവും തെരുവിലേക്കെത്തി. പരിസ്ഥിതി ദിനത്തിൽ തുടങ്ങിയ വിവാദം സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ ഇപ്പോൾ ചൂടുള്ള ചർച്ച. പരിപാടികൾ ബഹിഷ്കരിച്ചും വിയോജിപ്പറിയിച്ചുമായിരുന്നു സർക്കാരിന്റെ പ്രതിരോധം. ബഹിഷ്കരിക്കും തോറും രാജ്ഭവനും നിലപാട് ഘടിപ്പിച്ചു. ഇന്നലെ കേരള സർവകലാശാല ആസ്ഥാനത്ത് നടന്ന പ്രതിഷേധത്തോടെ വിവാദം പുതിയ തലത്തിലാണ്. SFIക്ക് പുറമെ KSUവും പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികൾ സംഘർഷഭരിതമായേക്കും. ഔദ്യോഗിക പരിപാടികളിൽ അനൌദ്യോഗിക ചിഹ്നം വേണ്ട എന്ന ആവശ്യം സർക്കാർ രാജ്ഭവനെ അറിയിക്കും. നിലവിലെ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്ഭവൻ ആവശ്യത്തിന് വഴങ്ങാനിടയില്ല. സർക്കാരിനെതിരായ യുദ്ധപ്രഖ്യാപനം കൂടിയായിരുന്നു ഇന്നലത്തെ ഗവർണറുടെ പ്രസംഗം. സർവകലാശാല സെനറ്റ് ഹാൾ തന്നെ പരിപാടിക്കായി തെരഞ്ഞെടുത്തതും മനഃപൂർവ്വമാണെന്ന വിലയിരുത്തലുണ്ട്. വിവാദം തുടരുന്നത് ഏത് നിലയിലാവും സംസ്ഥാനത്തിന്റെ ഭരണത്തെ ബാധിക്കുക എന്നാണ് ഇനി അറിയേണ്ടത്. 24 തിരുവനന്തപുരം.